എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണെന്നറിയോ? ഒരു മുരുകൻ കോവിലുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ റെഡിയായി. അപ്പോൾ അതാ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് പോയത്. കാരണം നമുക്ക് അവിടുത്തെ ബസ്സും സർവീസും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചു. പോകുന്ന വഴി ഇതാ കാണുന്ന കുളം കണ്ടു, അതാണ് തെപ്പക്കുളം എന്ന് പറയുന്നത് കേട്ടോ. ഫേമസ് ആണ് അവിടെ. രാത്രിയൊക്കെ ഒരുപാട് പേരൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട്. ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കാണുന്ന മല കണ്ടോ? ആ മലയുടെ അടുത്താണ് ഈ പറയുന്ന മുരുകൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ആ കോവിലെത്തിക്കഴിഞ്ഞു. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ കോവിലിൻ്റെ ആ ഒരു മണ്ഡപം നോക്കൂ, നല്ല രസമല്ലേ കാണാൻ. സാധാരണ എല്ലാ തമിഴ്നാട്ടിലും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരിക്കും അധികം കാണാൻ പറ്റുക. അപ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ മുരുകൻ്റെ ആ ഒരു വേലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ രാത്രിയിൽ കാണാൻ നല്ല രസമാണ്. രാത്രിയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. അങ്ങനെ മൊത്തം ആൾക്കാരാണ്, നിറയെ കച്ചവടവും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ അവിടെ ചെന്നു, തൊഴുതു. എന്നിട്ട് അവിടുത്തെ ആ ഒരു ദൃശ്യം, അവിടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ അലൗഡാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് അലൗഡല്ല. അല്ലാണ്ട് അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് അലൗഡാണ്. മധുര മീനാക്ഷി പോലെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് കൊട്ടുമേളൊക്കെ ആയിട്ട് അവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ ഏട്ടനാണ് എടുത്തു കൊടുക്കുന്നത്. വീഡിയോ ഫോട്ടോ എന്തോ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് നേരെ ഭഗവാന്റെ ആ ഇരിക്കുന്ന ഭാഗത്തേക്കുള്ളൊരു വാതിലാണ് ആ കാണുന്നത്. മൊത്തം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് എടുത്തത്. അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. തൊഴുതിറങ്ങിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കോവിൽ കാണാൻ, ആ വെയിൽ കണ്ടോ പ്രത്യേകത, ആ ഒരു ഇരുട്ടിൽ അത് മാത്രം കാണുന്നത് നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ദൈവങ്ങളെയൊക്കെ ഒന്ന് തൊഴുത് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ നിറയെ കച്ചവടങ്ങളും ആളുകളും ഒക്കെ തിരക്കാണ് കേട്ടോ. ശരിക്കും 24 hours ഉണർന്നിരിക്കുന്ന ഒരു സിറ്റിയാണ് അത്ര മധുരൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം രാവിലത്തേക്കാൾ തിരക്കാണ് രാത്രിയിൽ അവിടെ. ഇങ്ങനെ സ്ത്രീകൾ, കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും റോട്ടിൽ കൂടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് ഇതാ എത്തിക്കഴിഞ്ഞു. സ്ലീപ്പർ ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിലല്ല, ബസ്സിലാണ് പോയത്. അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.